ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഫിഷ് മോളിയാണ്. തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത കേരള സ്റ്റൈൽ ഫിഷ് മോളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1/2 കിലോ ആവോലി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഫിഷ് മോളിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു വലിയ ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും വേണം. ഇതിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഒരു വലിയ സവോള കൂടി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ തക്കാളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഞാനിവിടെ 2 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾക്കൊന്ന് മസാല പുരട്ടിയെടുക്കണം. അതിനായി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് മസാലയൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഇനി ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഒരു അരമണിക്കൂർ നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഭാഗം നന്നായി വെന്തതിന് ശേഷം നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾക്ക് ഇനി ഇത് കറിയിലിട്ട് കൂടെ വേവിക്കേണ്ടതാണ്. ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾക്ക് ഫിഷ് മോളി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റി വേവിക്കണം. സവാളയൊന്നും ഒരിക്കലും ബ്രൗൺ കളർ ആവരുത്. നന്നായി വെന്ത് ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വന്നാൽ മതിയാകും. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവ് മാത്രമാണ് ഫിഷ് മോളിക്കുള്ളത്. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം.
ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പിരിഞ്ഞു പോവുകയൊന്നുമില്ല. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മീനും ചേർക്കാം. ഇനി നമ്മൾക്കിത് മീൻ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവി എല്ലാം ഏകദേശം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കണം. നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി തവിയിട്ട് ഇളക്കാൻ പാടില്ല. ഇനി ഒരു 2 മിനിറ്റ് കൂടി നമ്മൾക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ചെറുതായി ഒരു തിള വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചെറുതായി തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി മുകളിലേക്ക് ഒഴിച്ച് നമ്മൾക്കൊന്ന് അടച്ചു വെക്കാം. ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.